വേങ്ങൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ സമരം സംഘടിപ്പിച്ചു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സമരം. മുൻ KPCC അംഗം ഒ ദേവസി ധർണ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേങ്ങൂർ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ ധർണാ സമരം നടത്തി. മുൻ KPCC അംഗം ഒ ദേവസി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഇത്രയേറെ ജോലി ചെയ്യുന്ന മറ്റൊരു വിഭാഗമില്ല. ഏറ്റവും നിസ്സാരമായ പ്രതിഫലം പറ്റിക്കൊണ്ടാണ് അവർ ജോലികൾ ചെയ്യുന്നത്. വർഷങ്ങളായി അവർക്ക് കിട്ടുന്ന വേതനം പോരാ എന്നുള്ള മുറവിളി അവരിൽ നിന്ന് പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. കുറേശ്ശെ ഉയർത്തി കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ വളരെ സമാധാനപരമായി നടന്നപ്പോൾ ആവശ്യമായ രീതിയിൽ ചെറുതാണെങ്കിലും അവർക്ക് വർധനകൾ സമയാസമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ നിഷേധാത്മകമായ നടപടിയാണ് ഈ സമരത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. 41 ദിനരാത്രങ്ങൾ വെയിലും മഴയും മഞ്ഞും സഹിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ഈ സഹോദരിമാരോട് മന്ത്രിമാരും മറ്റു ഭരണകർത്താക്കളും മാർക്സിസ്റ്റ് നേതാക്കളും CIT നേതാക്കളും കാണിക്കുന്ന പുച്ഛമായ നടപടിയോട് ഞങ്ങൾക്കെല്ലാം അതിയായ പ്രതിഷേധവും അതിനിടെ അതിയായ ദുഃഖവുമുണ്ട്. മണ്ഡലം പ്രസിഡന്റ് റിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ റോയി പുതുശ്ശേരി, എൽദോ ചെറിയാൻ, KP മാത്തുക്കുട്ടി, VC രവി, AO മത്തായി, റെജി ഇട്ടൂബ്, രാജി CV, ശോഭന വിജയകുമാർ, ഷീബ ചാക്കപ്പൻ, മരിയ സാജ് മാത്യു, ആൻസി ജോബി, ലാനി രവി, ബെൻസൺ ബെന്നി, TM എൽദോസ്, നോബി KC, KK മോഹനൻ, ആശാവർക്കർമാരായ സാലി വർഗീസ്, ജിസ്മോൾ കുര്യച്ചൻ, റേച്ചൽ മേരി പീറ്റർ, ശ്രീലത സോമൻ, ലിസി VV എന്നിവർ പങ്കെടുത്തു. 44 ദിവസമായിട്ട് കളക്ടറേറ്റിൽ നമ്മുടെ ആശമാർ അവിടെ സമരത്തിന് അവിടെ ഉപവാസ സമരം അനുഷ്ഠിച്ചുകൊണ്ട് കുറേ ആശമാരും ഉണ്ട്. അപ്പോൾ CIT അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ INTCയോ അതുപോലെയുള്ള മറ്റ് ഘടകങ്ങളൊന്നും തന്നെ അതിനകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഈ 26,000 ആശമാരിൽ ചില കൂലംകുത്തികൾ ഒഴിച്ച് ബാക്കി ഞങ്ങൾ എല്ലാ ആശമാരും ആ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഗവൺമെൻറ് പറയുന്നത് കുറച്ച് സമയം ഞങ്ങളെ 1-2 മണിക്കൂർ വല്ലപ്പോഴും ജോലി ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഞങ്ങളുടെ മോഡ്യൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കുലർ പരിശോധിച്ച് ഓരോ ചാനലും ഞങ്ങളുടെ ജോലി എന്താണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. അത് ഓരോ പല ചാനലുകാരും പറയാറുണ്ട് ഇവർക്ക് കുറച്ച് സമയത്തെ ജോലിയുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ജോലിയുണ്ട്. ഒരു ഗർഭിണിയാകുന്നത് പോലെ ഒരു കുഞ്ഞാകുന്നത് വരെ ഞങ്ങൾ അവരെ എപ്പോഴും ദിവസം പ്രതി ഓരോ തിങ്കളാഴ്ചയും ഞങ്ങൾ അവരെ ഫോളോ ചെയ്യണം. അവർക്ക് പനിയുണ്ടോ എന്ന് നോക്കണം. ആ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാലും ഞങ്ങളുടെ ജോലി അവസാനിക്കുന്നില്ല. 5 വയസ്സ് വരെയും അവരെ വാക്സിനേഷൻ ചെയ്യിക്കുന്നത് പോലുള്ള ജോലികളുണ്ട്. അതുപോലെ പാലിയേറ്റീവ് ഡ്യൂട്ടി, ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം. വൾനറബിൾ പേഷ്യൻറ്റിൻ്റെ ഗൃഹസന്ദർശനം, NCD ക്യാമ്പ്, ആൻറ്റിനേറ്റൽ ക്ലിനിക്ക്, ജെറിയാട്രിക് ക്ലിനിക്ക്, തൊഴിലുറപ്പ് ക്ലാസ്സുകൾ എടുക്കൽ, RBSK കുട്ടികൾ, ഓട്ടിസം പോലെയുള്ള കുട്ടികളെ സന്ദർശിക്കണം. കുട്ടികളെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുപ്പിക്കണം. പകർച്ചവ്യാധി നിയന്ത്രണ ബോധവൽക്കരണം, സോഴ്സ് റിഡക്ഷൻ, കൊതുക് നശീകരണ ബോധവൽക്കരണം. പഞ്ചായത്തിൽ നടത്തപ്പെടുന്ന എല്ലാ പൊതു മീറ്റിങ്ങുകൾക്കും ഞങ്ങൾ വരണം. അതുപോലെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് വേണ്ടിയിട്ട് അത് നടത്തേണ്ടത് ഉത്തരവാദിത്വമുണ്ട്. ആർദ്രം ഡ്യൂട്ടി ചെയ്യണം. ഔട്ട്റീച്ച് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തണം. വെല്ലുമൻ ക്ലാസ്സുകൾ സ്ത്രീകളിൽ എത്തിക്കണം. യോഗ ആക്ടിവിറ്റീസ് ക്ലബ്ബുകൾ നടത്തണം. അഡോൾസെൻ്റ് ക്ലബ്ബുകൾ നടത്തണം. ബാക്കി എല്ലാ ദിവസവും തുടർച്ചയായിട്ട് 90 വീടുകളുടെ സന്ദർശനവും ഇതല്ലാതെ നടത്തേണ്ടിയിരിക്കുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ പ്രവർത്തകർ നടത്തുന്ന സമരം 3ാം ഘട്ടം പിന്നിടുമ്പോഴും സർക്കാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം ജീവിക്കാൻ അപര്യാപ്തമാണ് എന്ന് ആശാ പ്രവർത്തകർ പറയുന്നു. ഈ നിലയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.